ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും. അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോറയുടെ കരച്ചിലും ബഹളവുമായി. കാരണം നമുക്കറിയാം, എന്തെങ്കിലും ഒരു ടാസ്ക് വന്ന് നോറയ്ക്കെതിരെ കണ്ടസ്റ്റൻസ് എല്ലാം തിരിയുകയോ അല്ലെങ്കിൽ ഒരു 4 കണ്ടസ്റ്റൻസ് നോറയുടെ കുറ്റം പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോറ അങ്ങ് കരഞ്ഞ് മെഴുകൽ തുടങ്ങും. പിന്നെ ന്യായീകരണമായി അവിടെ കിടന്ന ഒച്ചപ്പാടും ബഹളവുമായി. അത് തന്നെയാണ് ഒരു കുറച്ചായിട്ട് ഈ പറയുന്ന കരച്ചിലും പിഴിച്ചിലും അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ന്യായീകരണങ്ങളും കുറവായിരുന്നു എന്ന് തന്നെ പറയാം. കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ നോറയുടെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പോർഷൻ കാണാൻ പോലും തോന്നത്തില്ല. അമ്മാതിരി വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അത് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും ഏതും ആയിക്കോട്ടെ, നോറയ്ക്കൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് അട്ടർ ഫ്ലോപ്പായിട്ട് തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിനകത്ത് പോയിട്ട് കുളവാക്കാം അല്ലെന്നുണ്ടെങ്കിൽ മികച്ചതൊന്നും കൊടുക്കാൻ നോറയെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു എന്താ പറയുക പോസിറ്റീവ് മൈൻഡോടെ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന രീതിയിലേക്ക് നോറ പോയി ഒരു ഗെയിമും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. എന്ത് ചെയ്താലും എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് അറിയില്ല എന്നുള്ള ഒരു അപ്രോച്ചോട് കൂടിയാണ് എന്ത് ഗെയിമും വരുന്നത്. അപ്പോൾ ഇന്ന് ഈ പറയുന്നത് പോലെ റാങ്കിങ് ടാസ്കിലേക്ക് വന്നു, 2ാം സ്ഥാനത്ത് പോയി നിന്നു. ലാസ്റ്റ് അവിടെ നിന്ന് എല്ലാവരും കൂടെ ചാടിച്ചു ഈ പറഞ്ഞതുപോലെ 9ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തിച്ചു. അത് കുഴപ്പമില്ല, കാരണം ഈ റാങ്കിങ് ടാസ്കിൽ ആരെ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല മുന്നോട്ടുള്ള അവരുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതത്തിൽ. അപ്പം ഈ പറയുന്നത് പോലെ അതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ പലതും നടക്കും. എന്നാൽ അതിനുള്ളിൽ പല ആർഗ്യുമെൻസുകളും പല കണ്ടസ്റ്റൻസും പല രീതിയിലുള്ള അവരുടെ വ്യക്തമായ നിലപാടുകളും ആരോപണങ്ങളും ഇറക്കും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഈ പറയുന്ന പോലെ നോറയ്ക്ക് മാത്രമല്ലല്ലോ പറയാൻ പറ്റുന്നത്, ബാക്കിയുള്ളവർക്കും പറയാനുണ്ടാവും. അപ്പം ബാക്കിയുള്ളവരോട് എന്ത് വേണേലും പറയാം, എന്നാൽ നോറയോട് ആരും ഒന്നും പറയരുത്. നോറയുടെ കുറ്റങ്ങൾ പറയരുത്, നോറയുടെ കുറവുകൾ പറയരുത്. കാരണം ഈ ഒരു സീസണിൽ ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ. അവിടെ മികച്ച രീതിയിൽ ഒന്നും തന്നെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. മികച്ച പെർഫോമൻസില്ല, മികച്ച ടാസ്കുകളിലുള്ള വിജയങ്ങളില്ല. വെറുതെ കരഞ്ഞു നിലവിളിച്ച് സ്വന്തം ന്യായീകരണങ്ങൾ നടത്തി ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജീവിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ് നോറ. അപ്പം അത് പറയുന്നതിൽ എന്താണ് കുറ്റം? അപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ ഓക്കെ, അതിന് പിന്നെ ന്യായീകരിച്ച് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഓരോ മൂലയ്ക്ക് പോയി നിന്ന് വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നോറ. ഇതിനൊരു മാറ്റവും ഇല്ലെന്ന് ഓർത്തിട്ടാണ് ഇതിനിപ്പം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ വന്ന് ഇതിനെന്ത് ആണ് പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നോറയ്ക്ക് ഇനി കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് നോറയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി നോറയ്ക്ക് വേണ്ടി ഇനി ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോഷൻ ആയിരിക്കും. കാരണം നോറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ബിഗ് ബോസ്, മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് നോറ. ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ജാസ്മിന, നോറ, അതുപോലെ തന്നെ അപ്സര, ഇവരെയൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ബിഗ് ബോസിൻ്റെ ഒരു അജണ്ട ഈ ഒരു സീസണിൽ. അപ്പം നോറയ്ക്കിനി ഈ ഒരു ഒറ്റപ്പെടുത്തൽ കൊണ്ട് ഈ ഒരു വീക്കെൻഡിൽ മിക്കവാറും കുറച്ച് പുകഴ്ത്തലും അല്ലെന്നുണ്ടെങ്കിൽ വാനോളം ഉയർത്തുന്ന ഒരു പ്രവൃത്തിയും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായെന്ന് വരാം. എന്തായാലും അത് ആ ഒരു രീതിയിൽ നടക്കട്ടെ. നോറ ഇനി ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 അവസാനിക്കാൻ പോകുന്ന ഈ നിമിഷമെങ്കിലും ഈ കരച്ചിലും പിഴിച്ചിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഭവത്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ ഒരു സെന്റിമെന്റൽ അപ്രോച്ചോട് കൂടി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാമെന്ന് കരുതി ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മുന്നോട്ട് വരിക, അതാണ് വേണ്ടത്. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ, നോറ എന്ന കണ്ടസ്റ്റന്റ് എങ്ങനെയുണ്ട്, ഏത് രീതിയിലാണ് നിലവിൽ ഈ ഒരു സീസൺ 6 നിൽക്കാൻ അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണോ എന്നതൊക്കെ പ്രേക്ഷകർ ഒന്ന് കമൻ്റായിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.